ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാം ഓരോ മാസങ്ങളിലും ഓരോ വ്യത്യസ്ത അപ്ഡേറ്റ്സും കൊണ്ടാണ് നമ്മുടെ വാട്സപ്പ് വരുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വാട്സപ്പ് വളരെ യൂസ്ഫുള്ളായ അപ്ഡേറ്റ്സ് ആയിരുന്നു. അതേപോലെ തന്നെ വാട്സപ്പ് നമുക്ക് GB വാട്സപ്പ്, FM വാട്സപ്പ്, യോയോ വാട്സപ്പ്, നോർമൽ വാട്സപ്പ്, ബിസിനസ് വാട്സപ്പ്, അങ്ങനെ ഒരുപാട് വാട്സപ്പ് നമുക്ക് ഇന്ന് ആൻഡ്രോയിഡ് ഫോണിൽ സുലഭ്യമാണ്. അപ്പോൾ ഇന്ന് വാട്സപ്പിൽ വന്ന 11 ഫീച്ചേഴ്സൊക്കെ കൂടിയിട്ട് നമുക്ക് ചിലപ്പോൾ നമ്മൾ മറ്റുള്ള ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓട്ടോമാറ്റിക് റിപ്ലൈ കൊടുക്കുക, സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യാൻ വേറൊരു ആപ്പ്, അതേപോലെ തന്നെ ബബിൾസിന് വേറൊരു ആപ്പ്, അങ്ങനെ ഓരോ ഓപ്ഷൻസും ചിലപ്പോൾ നമ്മൾ ഓരോ ആപ്പിൻ്റെ നമ്മുടെ സഹായം തേടുന്നുണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് എന്നാണ് വാട്സപ്പിൽ 11 ഫീച്ചേഴ്സൊക്കെ കൂടിയിട്ട് ജസ്റ്റ് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഈ ചെറിയൊരു കുഞ്ഞൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ ഓരോ ഓപ്ഷൻസിനും കിട്ടുന്ന സംഭവം നിങ്ങൾക്ക് ഇതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ പരമാവധി ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അതിന് മുന്നേ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഫേസ്ബുക്ക് പേജിൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഫേസ്ബുക്ക് പേജിൽ ഇൻബോക്സിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനിലോട്ട് പോകാം. ആദ്യം തന്നെ അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് വീഡിയോക്ക് മുകളിൽ വെക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയാണ് ഓപ്ഷൻസിൻ്റെ നെയിം തന്നെ നമ്മളൊരു വാട്സപ്പ് പഞ്ച് എന്ന് പറയുന്ന നെയിമാണ്. ജസ്റ്റ് അപ്പോൾ നിങ്ങളെല്ലാ കാര്യങ്ങളും ജസ്റ്റ് അലോ കൊടുക്കുക നിങ്ങൾ. അപ്പോൾ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനാണ്, അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാം ഏകദേശം 11 ഓപ്ഷൻസാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് വാക്ക് ആൻഡ് ചാറ്റ് എന്ന് പറയുന്നത് ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഓൺ ദ നെക്സ്റ്റ് സ്ക്രീൻ പ്ലീസ് അലോ ദ ഓവർ, നമ്മളെല്ലാം ഓവർലൊക്കെ ഇത് ഓക്കെ കൊടുക്കണം, നമ്മൾ പെർമിഷൻ കൊടുക്കണം. അപ്പോൾ പെർമിഷൻ കൊടുത്തു. അപ്പോൾ നമുക്കൊന്ന് ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ പെർമിഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻസ് വരും. അതിൽ നമുക്ക് ഏതാണ് നമ്മുടെ റേഡിയസ് അത് നമ്മൾ ചൂസ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുക. ശേഷം നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് എന്താ പറയുക, വൺ ഹാൻഡ് ഫീച്ചേഴ്സ് വിൽ ബി ആഡ് ക്യാമറ, അതായത് നമ്മുടെ വാട്സപ്പിൽ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പിൽ ഇതാക്കുമ്പോൾ നമ്മുടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ വാട്സപ്പിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് കാണാൻ പറ്റുന്നൊരു ഓപ്ഷൻസാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് സംഭവം, നമുക്ക് നോക്കി നോക്കാം. ഞാനിവിടെ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ക്യാമറ വന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് ആരുടെയും വേണമെങ്കിൽ നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കിവിടെ ക്യാമറ വന്നിട്ടുണ്ട്. നല്ല ഉഷാർ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഇതുവരെ കാണാത്തൊരു സംഭവമാണിത്. ഒരു വെറൈറ്റിയാണ്. നമുക്ക് നമ്മുടെ വാട്സപ്പ് ഓണാക്കുമ്പോൾ മാത്രമേ ഇത് കാണുകയുള്ളൂ. അതാണ് അതിൻ്റെ ഗുണം. നമ്മൾ വേറൊരു ആപ്ലിക്കേഷനോ വേറെ എൻ്റെ മറ്റുള്ള വാട്സപ്പൊന്നും ഇതാക്കി കാണില്ല. ആ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പിൽ മാത്രമേ ഇത് കാണുകയുള്ളൂ. അപ്പോൾ അതൊന്നാമത്തെ ഓപ്ഷൻ ഞാൻ ഇവിടെ ജസ്റ്റ് ഓഫ് ചെയ്തു. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വാട്സപ്പ് ഷോർട്ട് കട്ട്. അത് നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഓപ്ഷൻസ് തന്നെ. നമ്മുടെ വാട്സപ്പ് നമ്മൾ ചിലപ്പം എവിടെയെങ്കിലും നമ്മളിപ്പം പുറത്ത് നമുക്ക് വാട്സപ്പ് എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. നമ്മൾ ചിലപ്പം ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആക്കി നമ്മൾ ചിലപ്പം ഡ്രൈവിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വാട്സപ്പ് എടുക്കാൻ പറ്റാത്ത സാഹചര്യം നമുക്കൊന്ന് ഫോണിനെ ഷെയ്ക്ക് ചെയ്തിട്ട് വാട്സപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആക്കാനുള്ള സംഭവമാണിത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫോൺ ഇവിടെ ഷെയ്ക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഫോൺ നിങ്ങൾക്ക് ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇത് കാണാം. അപ്പോൾ അതിന് മുന്നേ ഒന്നുകൂടി ഇത് ഓപ്പൺ ആക്കുകയാണ്. സോറി, ഒറ്റ മിനിറ്റ്. അപ്പോൾ ഓപ്പൺ ആക്കി. അപ്പോൾ അതിൽ പറയുന്നുണ്ട് നിങ്ങൾ ഏകദേശം 3-4 സെക്കൻഡ് ഇതാക്കണം, എന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ. ഞാൻ എൻ്റെ വാട്സപ്പ് ഇപ്പം ക്ലോസ് ചെയ്തു. നമുക്ക് നോക്കാം, ഒന്ന് ഫോൺ ഷെയ്ക്ക് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ ഫോൺ ഷെയ്ക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിവിടെ വന്നിട്ടുണ്ട്. വാട്സപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഷെയ്ക്ക് ചെയ്താൽ മാത്രം അത് നിങ്ങൾ വാട്സപ്പ് വന്നുകൊണ്ടിരിക്കും. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻസ്. മൂന്നാമത്തെ വാട്സപ്പ് പോസ്. വാട്സപ്പ് പോസ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പ് നമുക്ക് അത്യാവശ്യം ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. അതായത് നമ്മുടെ ഇൻ്റർനെറ്റ് ഓണായി കിടക്കുമ്പോൾ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ഒന്നും വരണ്ട എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾ ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളോട് പറയും നമ്മുടെ വാട്സപ്പ് ഇപ്പം എൻ്റെ ഇൻ്റർനെറ്റ് ഓണാണ്, ഇവിടെ വൈഫൈ ഓണാണ്, പക്ഷേ ഞാൻ മെസ്സേജ് അയച്ചാൽ ആയിരിക്കും പോയില്ല. ഞാൻ മെന്നാന്ന് കാണിച്ചാൽ ഒരു ആപ്ലിക്കേഷനാണ്. ആ ഒരു ഓപ്ഷൻസും കൂടി ഒരു ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ട്. അതായത് മെസ്സേജ് ആർക്ക് അയച്ചാലും അത് പോകില്ല, എത്ര മെസ്സേജ് അയച്ചാലും. നമ്മളതിനും ആ സംഭവം മറ്റേത് ഓഫാക്കിയാൽ നമുക്ക്, പക്ഷേ നെറ്റൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് യൂട്യൂബും മറ്റുള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റും. നെറ്റ് വർക്കിംഗ് ആയിരിക്കും. പക്ഷേ വാട്സപ്പിൽ നമ്മൾ ആരെ മെസ്സേജ് നമുക്ക് വരില്ല. ഇപ്പം നിങ്ങൾ കാണാൻ നെറ്റൊക്കെ വർക്കിംഗ് ആണ്. വാട്സപ്പിൽ മെസ്സേജ് വരില്ല എന്നുള്ള ഒറ്റ പ്രോബ്ലം ഉണ്ടാവും. അതും യൂസ്ഫുള്ളാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു ഏകദേശം 11 ആപ്ലിക്കേഷനിൽ കിട്ടുന്ന ഓരോ ഓപ്ഷൻസ് ഈ ഒറ്റൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സാധ്യമാകും. അപ്പം ഞാനിവിടെ അതൊന്ന് ഓഫാക്കി വെക്കുകയാണ്. സോറി, അതിവിടെ ഓഫാക്കി വെച്ചു. പിന്നെ മെസ്സേജ് അൺസേവ്ഡ് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻസ്, അതായത് നമ്മുടെ നമ്പർ നമ്മുടെ ഫോണിൽ സേവ് ചെയ്യാണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇതുവഴി മെസ്സേജ് അയക്കാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ നമ്പറിലേക്ക് ഇവിടുന്ന് മെസ്സേജ് അയക്കുകയാണ്. എൻ്റെ ഫോൺ നമ്പർ മെസ്സേജ് എടുത്തു. ജസ്റ്റ് ഇവിടുന്ന് ഒരു മെസ്സേജ് എടുത്തിട്ട് സെൻഡ് മെസ്സേജ് ഡയറക്റ്റ് നമ്മുടെ വാട്സപ്പിലോട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ആ നമ്പർ കറക്റ്റ് സ്പെല്ലിങ്
ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇവിടെ. അപ്പം ഡയറക്റ്റ് ആ വാട്സപ്പ് ഇപ്പം എൻ്റെ ഇല്ല എന്ന് പറയുന്നത്. അപ്പം ഡയറക്റ്റ് നമ്മുടെ വാട്സപ്പിലോട്ട് സേവ് ചെയ്യാൻ, നമ്പർ സേവ് ചെയ്യാതെ നമുക്ക് പോകാനുള്ള ഓപ്ഷൻസാണത്. പിന്നെ വാട്സപ്പ് ബബിൾ എന്ന് പറയുന്നത് നമുക്ക് വാട്സപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ, നമുക്ക് ഇതേപോലെ നോട്ടിഫിക്കേഷൻ വരുന്ന ഓപ്ഷൻസാണ്. അത് എല്ലാവർക്കും അറിയാം, കാരണം ഇതിൻ്റെ മുന്നൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഞാനിവിടെ ഇപ്പോൾ വാട്സപ്പിലേക്ക് എൻ്റെ മെസ്സേജ് അയക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. നിങ്ങൾക്കത് വാട്സപ്പിൽ ബബിൾ എന്ന് പറയുന്നത് ഇതായി വരും. അതേപോലെ തന്നെ അടുത്തൊരു ഓപ്ഷൻസ് എന്ന് പറയുന്നത് വാട്സപ്പ് ക്ലീനറാണ്. നമ്മുടെ വാട്സപ്പ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസ്. ഇപ്പോൾ വാട്സപ്പ് ബബിൾസിൽ നമുക്ക് എൻ്റെ ഇപ്പോൾ നെറ്റൊന്ന് ശരിയായ മെസ്സേജ് വന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഇവിടുന്ന് നമുക്ക് വാട്സപ്പ് ഓണാക്കാതെ നമുക്ക് വാട്സപ്പിലേക്ക് നമുക്ക് ഇവിടുന്ന് റിപ്ലൈ കൊടുക്കാൻ സാധിക്കും. വാട്സപ്പ് ഓണാക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ വേറൊരു ആപ്ലിക്കേഷൻ ഇതിന് മുന്നേ യൂസ് ചെയ്യുന്ന വാട്സപ്പ് ബബിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അതേപോലെ തന്നെ സ്റ്റാറ്റസ്. ഇപ്പോൾ എൻ്റെ ഇതൊന്നും സ്റ്റാറ്റസ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്റ്റാറ്റസ് സേവ് ചെയ്യാനും പറ്റും. അതേപോലെ ആൾക്കാർക്ക് പ്രാങ്കായിട്ട് മെസ്സേജ് അയക്കാൻ, അത് നമ്മൾ ശരിക്കും അത് മിസ്യൂസ് ചെയ്ത് അതുകൊണ്ട് അതിനെപ്പറ്റി കാണിക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പിൽ ഫോട്ടോസ്, നമുക്കിപ്പോൾ ഒരു ഫോട്ടോസ് നമുക്ക് ഈ ഒരു മോഡലിൽ നമുക്ക് വെക്കാൻ സാധിക്കുകയാണെങ്കിൽ ഫോട്ടോ ഫിറ്റ് മോഡലാക്കിയിട്ട് ഡയറക്റ്റ് വെക്കാൻ സാധിക്കുന്ന ഒരു സംഭവമാണിത്. നമ്മുടെ വാട്സപ്പ് നമ്മുടെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇതാക്കിയിട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് വാട്സപ്പിൽ. വാട്സപ്പിൽ തന്നെ ഡയറക്റ്റ്, അതായത് വാട്സപ്പിൽ തന്നെ ഡയറക്റ്റ് നമുക്ക് വാട്സപ്പിൻ്റെ പ്രൊഫൈലിൽ നല്ല ഇതായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഡിലീറ്റഡ് മെസ്സേജ്, അതായത് വാട്സപ്പിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത മെസ്സേജ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസാണ്. ഇമേജസ്, വീഡിയോസ്, ചാറ്റ്സ്. അത് നിങ്ങൾ ഇപ്പം ഇതൊക്കെ വന്ന് ആരെങ്കിലും ഡിലീറ്റ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് റിക്കവർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചത്. പിന്നെ ഒരുപാട് ഫേസസ് ഇമോജിയാണ്, നല്ല വെറൈറ്റി ഇമോജി. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആയിരിക്കും സെൻഡ് ചെയ്ത് നോക്കാം. ജസ്റ്റ് കാണിച്ചു തരാനിപ്പോൾ ഞാനിവിടെ ഒരു ഇമേജ് ഇതിപ്പോൾ സെൻഡ് ചെയ്യുകയാണ്, ഒരു വെറൈറ്റി ഇമോജി. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇല്ല, 11 ഓപ്ഷൻസായി. ഇതാണ് നമ്മുടെ ഈ 11 ഓപ്ഷൻസ്. അപ്പം നിങ്ങൾക്കും യൂസ്ഫുള്ളാവും. കാരണം ഏകദേശം 11 ആപ്ലിക്കേഷൻ ലഭിക്കുന്ന ഇതൊക്കെ നമുക്ക് ഈ ഒരൊറ്റ ആപ്പിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പം വീഡിയോന് അധികം ദൈർഘ്യം കൂട്ടാനെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാതിരിക്കുന്നത്. കാരണം നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ട്. അപ്പോൾ അത് അത്ര മാത്രമേ വേണ്ടൂ. കാരണം ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ട് ഏകദേശം 5-8 മിനിറ്റ് ആക്കുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും എൻ്റെ വീഡിയോന് വേണ്ടി കാത്തിരിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.